നിങ്ങളൊരു വാർത്ത വായിച്ചു കാണും. ഇന്ത്യയിലെ മീഡിയയും പ്രധാനപ്പെട്ട മീഡിയ ഹൗസും അതേപോലെ തന്നെ പല യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് മീഡിയ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, കേരളത്തിലെ സാറ്റലൈറ്റ് മീഡിയ യൂട്യൂബേഴ്സ് വലിയ രീതിയിൽ വാർത്ത കൊടുത്തു. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവന് അമേരിക്കൻ ഡീലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി, അതായത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ സെയിം സ്റ്റാറ്റസ് കോ മാർക്കോ റൂബിയോ അമേരിക്കയിൽ സെപ്റ്റംബർ 25 പോയി. അവർ ആ ഡിസ്കഷൻ നടത്തിയപ്പോൾ പിടിച്ചു വരട്ടി. ആളുകളൊക്കെ വിശ്വസിച്ചു. കാരണം ഇത് വന്നിരിക്കുന്ന ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്ത് ബ്ലൂംബർഗ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിലാണ്. അത് ബേസിക്കലി അമേരിക്കൻ ന്യൂസ് പേപ്പറാണ്. അതിനകത്തൊരു PR എക്സസൈസ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്ക ഡീല് വന്നു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലും BJPയെ പിന്തുണയ്ക്കുന്ന മീഡിയയിലൊക്കെ, പ്രത്യേകിച്ച് മോദിയെ, പല നരേറ്റീവ്സ് വരാൻ തുടങ്ങി. ഈ ഡീല് ഇന്ത്യക്കാണ് പൂർണ്ണ പ്രയോജനം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് കീഴടങ്ങി. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതേപോലെ മന്ത്രിമാർ അമേരിക്കൻ പ്രസിഡന്റിനെ, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ വരട്ടി. ഇതൊക്കെ വിശ്വസിക്കുന്നവർ പലരുമുണ്ട്. പല സുഹൃത്തുക്കളും എനിക്ക് മെസ്സേജൊക്കെ അയച്ചു ചോദിച്ചു. പല ആൾക്കാർ യൂട്യൂബ് വീഡിയോ ഒക്കെ ഫോർവേഡ് ചെയ്ത് ചോദിച്ചു, ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ എന്തുവാ സംഭവിക്കുന്നത്? ഞാനൊരു കാര്യം കൃത്യം പറയാം. ഇതൊക്കെ ഒരു PR നറേറ്റീവ്സിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇതിൻ്റെ സീരിയസ്നെസ് പിടികിട്ടി. അതായത് ഇന്ത്യയുടെ ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അദ്ദേഹത്തിന് യൂണിയൻ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റിൻ്റെ റാങ്കാണുള്ളത്. അയാൾ പോയി അമേരിക്കൻ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി, അതായത് അവിടുത്തെ മിനിസ്റ്ററെ മാർക്ക് റൂബിയോ വരട്ടി. ഞങ്ങൾക്ക് ഈ ഡീലിനോട് താല്പര്യമില്ല, ഞങ്ങളത് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അറിയേ. ഇതൊക്കെ പച്ചക്കള്ളമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ഡേറ്റിനൊന്നും അജിത് ഡോവൽ അമേരിക്ക പോയിട്ടില്ല, അയാൾ ഇന്ത്യയിലുണ്ട്. ഇതേപോലെ ഒരു മീറ്റിംഗ് മാർക്ക് റൂബിയോവായിട്ട് നടന്നിട്ടില്ല. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു PR എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത സംഭവമാണ് ഈ റിപ്പോർട്ടുകൾ. അത് അവർ ഇൻ്റർനാഷണൽ മീഡിയ ഉപയോഗിച്ചു. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾക്കിത് വാർത്തയൊക്കെ കാണുന്നവരാണ്. കഴിഞ്ഞ 9 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ കണ്ടു കാണും, ഇന്ത്യ ഗവൺമെൻറ് ട്രംപ് അഡ്മിനിസ്ട്രേഷനും വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇന്ത്യക്കൊരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, അംബാസഡർ ഉണ്ട്, വലിയൊരു ടീമുണ്ട് അമേരിക്കയിൽ. അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ ഒരു PR ഏജൻസി എടുക്കുന്നു. ഇത് കോടികളും മുടക്കിയിട്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ട്രംപുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളെ ലോബിയിസ്റ്റായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. കാരണം അവരുടെ എല്ലാം ഈ ഓഡിറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന്, കാരണം അത് അവിടെ ലീഗലൈസ്ഡ് ആണ് അമേരിക്കയിൽ. അപ്പം അയാളതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാണുക, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പോലും അമേരിക്കൻ പ്രസിഡന്റ് കണ്ടോ? അതിനും ഈ പറയുന്ന PR ഏജൻസി ഉപയോഗിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിന് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുള്ള മാർക്ക് റൂബിയോ അതേപോലുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി ഈ PR ഏജൻസിയെ ഉപയോഗിക്കുന്നത്. അതായത് ജയശങ്കറിന് നേരിട്ട് ഫോൺ ചെയ്യാനോ അപ്പോയിൻമെൻ്റ് എടുക്കാനോ ആ ഒരു സന്ദർഭത്തിലോ കഴിയുമായിരുന്നില്ല. അതായിരുന്നു സ്ഥിതി. ഇതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പല മീറ്റിങ്ങുകളും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ മുമ്പിൽ റീച്ച് ചെയ്യാൻ വേണ്ടി ഈ PR ഏജൻസി ഉപയോഗിച്ചു. അത് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ പോലും, അതായത് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടവരെ പോലും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അടുപ്പിച്ചില്ല. അതിൻ്റെ പേരിലാണ് ഈ PR ഏജൻസിയെ കൊണ്ട് ഈ ഓപ്പറേഷൻസൊക്കെ നടത്തിയത്. ആ ഒരു സന്ദർഭത്തിൽ സെപ്റ്റംബറിൽ ഈ പറയുന്ന ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ
അദ്ദേഹം ഒരു കഴിവുള്ള ഓഫീസറാണ്, മിടുമിടുക്കനാണ്. അയാൾ പോയി അമേരിക്കൻ ഫോറിൻ സെക്രട്ടറിയെ വിരട്ടി എന്ന് പറയുമ്പോൾ അത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒത്തിരി കിഴങ്ങന്മാർ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇന്ത്യയുടെ നിങ്ങൾ നോക്കണം, പ്രോട്ടോകോൾ സ്റ്റാറ്റസ് നോക്കണം. അയാൾക്ക് എങ്ങനെയാണ് മാർക്ക് റൂബിയോ വരട്ടാൻ പറ്റുന്നത്? ഇതാണ് യാഥാർത്ഥ്യം. ഇതേപോലെ പൊട്ടത്തരൊക്കെ അടിച്ചുവിടുകയാണ്. ഈ പറയുന്ന അജിത് ഡോവലിനെതിരെ കാനഡയിൽ നിജർ എന്ന് പറഞ്ഞ ആളെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട് പല കേസുകളുണ്ട്. അത് താൽക്കാലമായിട്ട് ഒതുക്കി വെച്ചേക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. തമാശ എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയും. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ട്രംപ് വന്ന ശേഷം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഡീൽ ചെയ്യുന്നുണ്ട്. ട്രേഡ് ഡീല് അതവർ വെപ്പണായിട്ടങ്ങ് ഉപയോഗിക്കുകയാണ്. ഇന്ത്യയെക്കാൾ ശക്തമായ രാജ്യങ്ങളെ, ചൈന ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളെയും. ഇന്ത്യ അതിലൊരു ചെറിയൊരു രാജ്യമെന്നേ ഉള്ളൂ. ആൾക്കാർ കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്, അലയൻസ് പാർട്ട്ണർ. അത്രമാത്രം ഇതിന് പ്രാധാന്യം അമേരിക്കക്കാരതിന് കൊടുക്കുന്നുള്ളൂ. ഈ ഡീല് കൊണ്ടൊന്നും അമേരിക്കയ്ക്ക് 500 ബില്യൻ്റെ ബിസിനസ് കിട്ടുമെന്ന് പറയുമ്പോൾ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തു നോക്കണം. അതായത് ട്രംപ് ഇന്ന് വരെ ഇന്ത്യയെപ്പറ്റി പറഞ്ഞിട്ടുള്ള സത്യമായിരുന്നു. അത് ഓരോ പീയൂഷ് ഗോയൽ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഭാഗം 500 ബില്യൻ്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ പൂർണ്ണമായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യരുത്. ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക സാങ്ഷന് വീണ്ടും, അതേപോലെ ടാരിഫ് വീണ്ടും ഏർപ്പെടുത്തും. ഇതിന് ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അമേരിക്കൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വരും. ചില പ്രോഡക്റ്റുകൾ വരത്തില്ല, പക്ഷെ സോയാബീൻ ഓയിൽ വരും. എന്തോ സോയാബീൻ സാധനം അതിൽ ഓയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോയാബീൻ വരുന്നതിനേക്കാളും പ്രശ്നമില്ല സോയാബീൻ ഓയിൽ വരുന്നത്. സോയാബീൻ വരുവാണെങ്കിൽ അത് ഓയിലാക്കുന്ന പരിപാടികളൊക്കെ ഇന്ത്യക്ക് ജോലിയായിട്ട് കിട്ടിയേനെ. മറ്റുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റും ഇന്ത്യയിലോട്ട് വരുന്നു, അവരുടെ മാർക്കറ്റാകുന്നു. ആദ്യം നിങ്ങൾ ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്ക്. എക്സാക്റ്റായിട്ട് എന്തുവാന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അല്ലാതെ ഈ നരേറ്റീവ്സും പ്രൊപ്പഗണ്ടയും പറയുന്ന രീതിയിലല്ല. ഏകദേശം 500 ബില്യനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞ് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, അവരുടെ ഡംപിങ് പ്ലേസ് ആയിട്ട് ഇന്ത്യയെ മാറ്റും. ഈ പറയുന്ന ഇന്ത്യൻ പട്ടണത്തിലുള്ള ആൾക്കാരെല്ലാം ഈ സാധനം കയറി വാങ്ങും. അതായത് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന തട്ടിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് കൃത്യമായിട്ട് ഞാൻ അക്ഷരം പ്രതി വെച്ച് തരാം. ഈ പറയുന്ന 500 ബില്യൺ 5 വർഷം കൊണ്ട് അത് 650 ബില്യനാകും. ഏകദേശം 55 ലക്ഷം കോടിയാണ് അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇന്ത്യയുടെ ആനുവൽ ബജറ്റ് 700 ബില്യനേ ഉള്ളൂ. അതിൻ്റെ അടുപ്പിച്ച് പോവുകയാണ് ഈ സംഭവം. ഇത്രമാത്രം അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ട്രംപിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദി സറണ്ടർ ചെയ്തുണ്ടാക്കിയ സാധനമാണ്. അല്ലാതെ ഇതിന് വേറെ വ്യാഖ്യാനമൊന്നുമില്ല. അമേരിക്ക പറഞ്ഞ ഡോട്ട് ലൈനിൽ സൈൻ ചെയ്ത് കൊടുത്തു, എന്നിട്ടൊരു അടിയടിച്ചു. അതായത് അജിത് ഡോവൽ പിടിച്ച് വരട്ടിയെന്ന്. അത് കഴിഞ്ഞ് MA കൃത്യമായിട്ട് പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആരാ നാണം കെട്ടത്? ബേസിക്കലി ഇന്ത്യയിൽ നാണം കെട്ടത്. ഇന്ത്യക്ക് ഈ ഡീല് വേണമായിരുന്നു. ബാക്കിയുള്ളതെല്ലാം നരേറ്റീവ്സും കഥകളും പറഞ്ഞങ്ങ് പോയി. അമേരിക്ക എന്ത് ഉദ്ദേശിച്ചു ആ രീതിയിൽ ഡീല് കൊണ്ടുവന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ പല സെക്ടേഴ്സിലോട്ട് ഇത് കയറി വരുന്നു. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടർ, അതായത് അർബൻ ക്ലാസ്സിന് എന്തൊക്കെ വാങ്ങണം ആ സാധനത്തിലോട്ടൊക്കെ ഇത് കയറി വരുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് ഇന്ത്യയിൽ വരുന്നില്ല അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, അതിൻ്റെ പേര് പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് തടഞ്ഞത്? ആ തടഞ്ഞതിൻ്റെ അകത്തും ചില കാര്യങ്ങൾ, അതായത് തടഞ്ഞ കാര്യം, വൈൻ്റെ കാര്യം, ഈ റൈസിൻ്റെ കാര്യവും വെജിറ്റബിൾസിൻ്റെയും കാര്യമൊക്കെ പറയുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, അമേരിക്കയുടെ വെജിറ്റബിൾസ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇന്ത്യയെ കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ? കോമൺ സെൻസിൽ ആലോചിക്കുക.
ഇതാണ് പറയുന്ന നരേറ്റീവ്സും കള്ളക്കഥകളും മാത്രം. പക്ഷേ GMൻ്റെ സീഡ്സ്, അതായത് ജനറ്റിക് ക്രോപ്പ്, അതിൻ്റെ സീഡ്സുകളൊക്കെ ഇന്ത്യ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പിന്നീടൊരു കാര്യം പറഞ്ഞ അമേരിക്കൻ വൈൻ സ്പിരിറ്റ്. വൈൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽ എന്തോ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. അതേപോലെ തന്നെ അമേരിക്കൻ സ്പിരിറ്റ്, അതായത് മദ്യം, റോ മെറ്റീരിയൽ എന്തോ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. ഇതൊക്കെ വരികയാണ്. അതായത് ഞാൻ വീണ്ടും പറയാം, ഈ ഡീലെന്ന് പറഞ്ഞ് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി ഗവൺമെൻറ് സറണ്ടർ ചെയ്തുണ്ടാക്കിയ സാധനമാണ്. ഇന്ത്യയിൽ ഉറപ്പായിട്ടും എംപ്ലോയ്മെൻറ്റും ഈ അമേരിക്കൻ മാർക്കറ്റ് തുറന്നു കിട്ടിയിരിക്കുകയാണ്, എംപ്ലോയ്മെൻറ്റ് കൂടെ. പക്ഷേ 18% ടാരിഫ് എന്ന് പറയുന്നത് അതത്ര സിമ്പിൾ അല്ല അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക തന്നെ വേണം. കാരണം ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ പറയുന്ന 1% വ്യത്യാസപ്പെട്ട് വിയറ്റ്നാമിൻ്റെ കൂടെ നിന്ന് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം വിയറ്റ്നാമിൽ ഇന്ത്യയെക്കാളിലും സാലറി കുറവാണ്, റോ മെറ്റീരിയലിനും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഇന്ത്യയെക്കാളിലും കുറവാണ്. അങ്ങനെ വരുമ്പോൾ വിയറ്റ്നാം പ്രോഡക്റ്റ് ഇതിനേക്കാളും ചീപ്പായിട്ട് അമേരിക്കയിൽ കൊടുക്കാൻ സാധിക്കും. ഒരു കാര്യം പറയാം, അമേരിക്കയാണ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡീല് മുഴുവനും. അവർ മോണിറ്റർ ചെയ്യാൻ ഒരു 3 അംഗ കമ്മിറ്റിയും വെച്ചിട്ടുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ടോ ഇല്ലയോ, അതായത് ഇന്ത്യ കള്ളനാക്കുന്ന രീതിയിൽ. ഇതേപോലെ സറണ്ടർ ചെയ്തൊരു ഡീല് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് മോദി അമേരിക്കയ്ക്ക് കൊടുത്ത 2 കൈയും കൊടുത്ത് നീട്ടിയ സമ്മാനം. ഇതിന്ത്യയെ ബാധിക്കും. ഞാൻ പറയുന്ന 100% എഴുതി വെക്കുക. ഇന്ത്യയുടെ എക്കോണമിയെ ബാധിക്കും, ഇന്ത്യയുടെ പ്രൊഡക്ഷനെ ബാധിക്കും. മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. ഇന്ത്യയുടെ എല്ലാ സെക്ടറിനെയും ബാധിക്കും. ഫർദർ പോകുമ്പോൾ ഇന്ത്യയുടെ എക്കോണമിക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്ന വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ഭാഗത്ത് അമേരിക്കൻ സാധനങ്ങൾ ഡംപ് ചെയ്യുന്നു, മറ്റൊരു സൈഡിൽ കൂടെ ചൈനീസ് സാധനങ്ങൾ ഡംപ് ചെയ്യുന്നു. ഇവരുടെ ഡംപിങ് മേഖലയായിട്ട് ഇന്ത്യൻ മഹാരാജ്യം മാറാൻ പോകുന്നു. സ്വന്തമായിട്ട് ശബ്ദിച്ച് ഈ സംഭവം ചില കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട സംഭവം ഇന്ത്യ ഇല്ലാതാക്കി. സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സറണ്ടർ ചെയ്ത ഒരു സംഭവമാണ് അമേരിക്കൻ ഡീൽ എന്ന് പറയുന്നത്. അതിൽ 100% ഓരോ തെളിവുകൾ പുറത്തു വരുന്നു. അതിനനുസരിച്ച് തന്നെ പറയാം, ഇത് ഇന്ത്യക്ക് പ്രയോജനമല്ല, ഇന്ത്യക്ക് ദുരന്തമായിരിക്കും വരാനുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്.